നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. ലോക സംഗീത യോഗാ ദിനം നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ നടന്നു. യോഗ അധ്യാപകനും ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറുമായ വി അജിത് കുമാർ യോഗ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കരിപ്ര ഗ്രാമപഞ്ചായത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പായ കുടിക്കോട് റോയൽസ് പ്രതിഭാ സംഗമം നടത്തി. കുട്ടികളുടെ കവി വിശ്വൻ കുടിക്കോട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും അഡ്മിനുകളെയാണ് തങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഈ പരിപാടികൾ വൻവിജയമാക്കി തീർക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ ഓരോ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഈ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ, അവളെന്റെ മുന്നിൽ നിന്നും ചെലുത്ത മാൻമിഴിയുള്ളൊരു പെൺകൊടിയാളിനെ നോക്കി ഞാൻ നിന്നേ. മുല്ലക്കൊണ്ട് വരുന്നുണ്ടേ തുള്ളിക്കൊരു കുടലെന്നവള, കൊള്ളാം നീമല കൊള്ളരു നീമല കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. അത് സുരേഷ് അങ്ങനെ പറഞ്ഞു. വെട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാനാ സുന്ദരി പെൺകൊടിയാളിനെ കണ്ടേ. അതിനു മുന്നേ മണ്ണിൽ നാം ഒരു അത്തിമരത്തൈ വയ്ക്കണ്ടേ, അതിനു മുന്നേ മണ്ണിൽ നാം ഒരു അത്തിമരത്തൈ വയ്ക്കണ്ടേ. ലോക യോഗാ ദിനവും വായനാ ദിനവും കൊട്രയിലുള്ള വിവിധ സ്കൂളുകളിൽ ആചരിച്ചു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം. और मेरे प्यारे मित्रों, सबको मेरा प्रणाम। आज 19 जून वाचन दिवस। इस शुभ अवसर पर पहले आप सभी को वाचन दिवस की हार्दिक शुभकामनाएं। केरल आज साक्षरता के क्षेत्र में बहुत आगे है. നമസ്കാരം, ഞാൻ ദേവി കൃഷ്ണ എസ്. കൊട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ, മലയാളിയെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ PN പണിക്കരുടെ ഓർമ്മദിനം തീരുമാനമെടുക്കാം. ഏവർക്കും ഒരു നല്ല വായനാ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നെടുമൺകാവ് നവനീതം ചാരിറ്റബിൾ ട്രസ്റ്റും ഉത്രം ഗോൾഡും ധന്യ ഡയഗ്നോസ്റ്റിക് സെന്ററും സംയുക്തമായി നെടുമൺകാവ് നല്ലില്ല സ്കൂളുകൾക്ക് 1 വർഷക്കാലത്തേക്കുള്ള മാതൃഭൂമി പത്രം സ്പോൺസർ ചെയ്തു.
NSS കരയോഗം കൊട്ര യൂണിറ്റിന്റെ കുടുംബസംഗമം കൊട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. രാജു കലേക്കോട് അന്തരിച്ചു. വെളിയം താന്നിമുക്കിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. സംസ്കാരം നടത്തി. പരേതിന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. കൊട്ര കാഞ്ഞിരത്തിങ്കൽ അനിൽ മന്ദിരത്തിൽ അനിൽകുമാർ അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതിന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകളുടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.